ദേശീയപാതയോരത്തെ ബാറുകൾ പൂട്ടണം എന്ന സുപ്രീം കോടതി വിധി ഞങ്ങളുടെ പ്രതി മനു ശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പുണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്താണ് കോടതിയുടെ നിരീക്ഷണം ഇക്കാര്യത്തിൽ? മനു. അരുൺ, കേൾക്കാമെങ്കിൽ നിലവിൽ ലഭിക്കുന്ന ഇപ്പോഴത്തെ വിവരം, സുപ്രീം കോടതി നേരത്തെ ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ 500 മീറ്ററിനകത്തുള്ള മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടണമെന്നും മദ്യം ലഭ്യമാക്കുന്നതും അതിന് പ്രചോദനമേകുന്ന ബോർഡുകളെല്ലാം എടുത്തു മാറ്റണമെന്നും നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിൽ വ്യക്തത തേടി ഈ ഉത്തരവിന്മേൽ മദ്യശാലകൾ എന്നതിൽ ബാറുകളും സ്റ്റാർ ഹോട്ടലുകളും അടക്കം ഉൾപ്പെടുമോ എന്നതിൽ വ്യക്തത തേടിയാണ് ചില ബാർ ഉടമകളും ഇതോടൊപ്പം വിവിധ സംസ്ഥാന സർക്കാരുകളും സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ വാദം പൂർത്തിയായാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യത്തിൽ വ്യക്തത നൽകിയിരിക്കുന്നത്. മദ്യശാലകൾ എന്നാൽ മദ്യം ലഭ്യമാകുന്ന എല്ലാ ഇടങ്ങളും ഉൾപ്പെടും എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ബാറുകൾ, സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവ ഈ ദേശീയ സംസ്ഥാന പാതയോരത്തെ എല്ലാ ബാറുകളും സ്റ്റാർ ഹോട്ടലും ഉൾപ്പെടെയുള്ളവ അടച്ചുപൂട്ടണം എന്ന് തന്നെയാണ് ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നതെന്നും സുപ്രീം കോടതി അറിയിച്ചു. ഇന്നേക്കുള്ളിൽ തന്നെ എല്ലാ മദ്യം ലഭ്യമാക്കുന്ന മദ്യശാലകളും അടച്ചുപൂട്ടണമെന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതി ഉത്തരവ്. അതിനാൽ തന്നെ നാളെ മുതൽ ഈ ബാറുകൾക്കോ മറ്റു സ്റ്റാർ ഹോട്ടലുകൾക്കോ മദ്യം ലഭ്യമായിക്കൊണ്ട് ഈ ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്ററിനകത്ത് പ്രവർത്തിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്, ചില സംസ്ഥാനങ്ങളിൽ, മേഘാലയ അടക്കം ചില സംസ്ഥാനങ്ങളിൽ ബാറുകൾക്കും മറ്റും ലൈസൻസ് പ്രവർത്തിക്കുന്നതിന് സെപ്റ്റംബർ മാസം വരെ നീട്ടി നൽകിയിരുന്നു. അങ്ങനെ ഇന്നേക്ക് ശേഷം ലൈസൻസ് നിലവിൽ നീട്ടി ലഭിച്ചിട്ടുള്ള ബാറുകൾക്ക് സെപ്റ്റംബർ 30 വരെ തുടർന്ന് പ്രവർത്തിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ കാര്യത്തിൽ ബാറുകൾ, അതോടൊപ്പം സ്റ്റാർ ഹോട്ടലുകൾ, ബിവറേജസ് കോർപ്പറേഷനുകൾ ഉൾപ്പെടെ ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്ററിനകത്തുള്ള എല്ലാ മദ്യശാലകളും ഇന്നേക്ക് തന്നെ അടച്ചുപൂട്ടണം എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നത്. നേരത്തെ വിധിയിൽ മദ്യശാലകൾ എന്നാൽ മദ്യം ലഭ്യമാക്കുന്ന എല്ലാ ഇടങ്ങളും എന്ന് ചീഫ് ജസ്റ്റിസ് JS കഹാർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. ഇതോടൊപ്പം മനു, ഇതിൽ സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാർച്ച് 31-നകം തന്നെ മദ്യശാലകൾ ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്ററിനകത്തുള്ള എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടണമെന്നായിരുന്നു നേരത്തെ സുപ്രീം കോടതി ഉത്തരവ്. ഇതിലായിരുന്നു വ്യക്തത ഇല്ലാതിരുന്നത്. ബിവറേജസ് കോർപ്പറേഷനുകൾ കൂടാതെ ബാറുകളും മറ്റു സ്റ്റാർ ഹോട്ടലുകളും ഒക്കെ ഉൾപ്പെടുമോ എന്നതായിരുന്നു സംശയം ജനിപ്പിച്ചിരുന്നത്. ഇതെല്ലാം ഉൾപ്പെടുമെന്ന് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ നാളെ തന്നെ, ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ വിധി പ്രാബല്യത്തിലാകും. അങ്ങനെയെങ്കിൽ നാളെ മുതൽ നിയമാനുസൃതം ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്ററിനകത്ത് ഒരു ബാറുകൾക്കോ ബിവറേജസ് കോർപ്പറേഷനോ ഇതോടൊപ്പം മറ്റു സ്റ്റാർ ഹോട്ടലുകൾക്കോ പ്രവർത്തിക്കാൻ നിയമപരമായി സാധ്യത ഉണ്ടായിരിക്കുകയില്ല. ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാന സർക്കാരുകളും ബാർ ഉടമകളും സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ ഇത്രയും വൈകിയാണോ ഈ ഒരു വിധിയിൽ വ്യക്തത തേടി കോടതിയെ സമീപിക്കേണ്ടത് എന്ന സംശയം കോടതി മുന്നോട്ട് വച്ചിരുന്നു. കൂടാതെ ചില സുപ്രധാനമായ പരാമർശങ്ങൾ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചത്, പൂർണ്ണമായ മദ്യനിരോധനമല്ലല്ലോ ഈ ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്റർ ഒഴികെ മറ്റു വേറെ കുറെ സ്ഥലങ്ങൾ ഉണ്ടല്ലോ എന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. അതിനാൽ ആളുകൾക്ക് വീട്ടിലിരുന്ന് പോലും മദ്യപിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ മദ്യപിച്ചുള്ള വാഹന അപകടങ്ങളും മറ്റും നിരന്തരം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് പരിഗണിച്ചുകൊണ്ട് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ ബാറുകൾക്കോ അല്ലെങ്കിൽ മദ്യം ലഭ്യമാക്കുന്ന ഒരു ഇടങ്ങളോ ഉണ്ടായിരിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് മുൻവിധിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അരുൺ, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാതയോരത്തെ മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കണമെന്ന വിധി ബാറുകൾക്കും ബാധകമാണ് എന്ന് സുപ്രീം കോടതി.